YRF സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ സിനിമയായ വാർ 2 കണ്ടു. ഋത്തിക് റോഷൻ, ജൂനിയർ NTR, കിയാറ അദ്വാനി, അനിൽ കപൂർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാർ 2 ഈ ഫ്രാഞ്ചൈസിയിലെ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ ടൈഗർ 3 വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ഒരു മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. പക്ഷെ നമ്മൾ പത്താൻ എന്ന സിനിമ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പത്താനിലും താഴെ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് വാർ 2. ഒരു ടെംപ്ലേറ്റഡ് സ്പൈ മൂവി തന്നെയാണ് ഇത്. ലാർജർ ദാൻ ലൈഫ് ആക്ഷൻ സീക്വൻസും ഒരുപാട് ലൊക്കേഷനുകളും ട്വിസ്റ്റും ടേണും നിറഞ്ഞ ഒരു ടെംപ്ലേറ്റഡ് സ്റ്റോറി ലൈൻ. ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ ഓക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് കണ്ട സ്പൈ യൂണിവേഴ്സ് സിനിമകളിലൊക്കെ ഒരു പാകിസ്ഥാൻ ബേസ്ഡ് ഒരു വില്ലനായിരിക്കും എല്ലാ സിനിമകളിലും വരുന്നത്. പക്ഷെ ഈ സിനിമയിലെ വില്ലനെ അവര് ഒരു സൈഡിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സിനിമ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ ഋതിക്കും ജൂനിയർ NTRും തമ്മിലുള്ള ഒരു റൈവലറി, ആ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സിനിമയുടെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണ്. നമ്മൾ പത്താൻ എന്ന സിനിമയിൽ കണ്ടോലെ സ്റ്റോറി ഒരു ആവറേജ് സ്റ്റോറി ആണെങ്കിലും ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ട് പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു ആ സിനിമക്ക്. അപ്പൊ ഈ സിനിമയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതുപോലെ ഒരു ഫാസ്റ്റ് പേസ് ആയിട്ട് പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് സിനിമക്കുള്ളത്. പിന്നെ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. VFX വർക്കും ഓക്കെ ആയിരുന്നു. പിന്നെ ചില ആക്ഷൻസ് ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകളായിരുന്നു. നമ്മൾ കാണുമ്പോൾ നമുക്ക് ദഹിക്കില്ല, ഇവർ എന്താണ് കാണിച്ചു കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നിരുന്നാലും നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. സിനിമ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കണ്ടിരിക്കാവുന്ന ആക്ഷൻ സീക്വൻസുകൾ തന്നെയായിരുന്നു. പിന്നെ സിനിമയിലെ സോങ്സും അടിപൊളിയായിരുന്നു. പിക്ചറൈസേഷനും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അയാൻ മുഖർജിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഋത്തിക് റോഷൻ ആസ് യൂഷ്വൽ എല്ലാ സിനിമയിലും പോലെ അടിപൊളിയായിരുന്നു ഈ സിനിമയിൽ. പുള്ളിയുടെ ആ ലുക്ക് ഒരു രക്ഷയുണ്ടായില്ല. ഒരു ഡാഷിങ് ലുക്ക് തന്നെയായിരുന്നു. കബീർ എന്ന കഥാപാത്രമായിട്ട് പുള്ളി അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിൽ കുറച്ച് ഇമോഷണൽ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പുള്ളി ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസിലായാലും ഡാൻസ് സീക്വൻസിലായാലും പുള്ളി അടിപൊളിയായിട്ട് തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ജൂനിയർ NTRന്റെ കഥാപാത്രമാണ്. പുള്ളി ഭയങ്കര ഫ്രീ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ശരിക്കും ഒരു എഫർട്ട്ലെസ് ആക്ടിങ് തന്നെ പറയാം. ഋതിക് റോഷൻ കുറച്ചൊരു മസിൽ പിടിച്ച് ആക്ട് ചെയ്യുമ്പോൾ NTR ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അത് നല്ല രസമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ആയാലും ഡാൻസ് സീക്വൻസ് ആയാലും ജൂനിയർ NTR എന്ന് പറഞ്ഞാൽ പുള്ളി അതിലൊരു മാസ്റ്ററാണ്. അപ്പൊ അത് ഭംഗിയായിട്ട് തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നായികയായിട്ട് വരുന്നത് കിയാറ അദ്വാനിയാണ്. അധികം സ്ക്രീൻ സ്പേസ് ഇല്ല, എങ്കിലും ഉള്ളത് പുള്ളിക്കാരത്തി ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ബിക്കിനി സീൻ വരുന്നുണ്ട് കിയാറയുടെ, അത് അടിപൊളിയായിരുന്നു. ഈ ഫ്രാഞ്ചൈസിയിലെ റോയുടെ പുതിയ ചീഫായിട്ടാണ് അനിൽ കപൂർ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ പുള്ളിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിന്റെ ടെയിലെൻഡിൽ ഈ ഫ്രാഞ്ചൈസിയിലെ അടുത്ത ഫിലിമായ ആൽഫ എന്ന സിനിമയുടെ ഒരു ഗ്ലിംസ് കാണിക്കുന്നുണ്ട്. ആലിയ ഭട്ടാണ് ആ ഫിലിമിൽ നായികയായിട്ട് വരുന്നത്. അപ്പൊ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിനിമക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പൊ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വാർ 2 എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടത്. എല്ലാവർക്കും ഈ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടും എന്നറിയില്ല. കാരണം ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ പത്താൻ മോഡൽ സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് വാർ 2. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.